ഇത് ഞങ്ങൾ ഇവിടെ അറിയുന്നത് രാവിലെ 9 മണിക്ക് എൻ്റെ മോൻ്റെ മൊബൈലിൽ ഇതുപോലൊരു ബിൽഡിങ്ങിന്, ഈ ചേച്ചിയുടെ മോൻ താമസിക്കുന്ന ബിൽഡിങ്ങിന് തീ പിടിച്ചു എന്നുള്ള പിന്നെ വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. അവൻ്റെ ഒരു സുഹൃത്ത് അയച്ചു കൊടുത്തതാണ്, ഒന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള. പക്ഷേ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് അവൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും അവിടെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഉള്ള ഒരു 3-4 അവൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. എൻ്റെ മകൻ്റെ അവൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ. ഇവർ ഒരുമിച്ച്, എൻ്റെ മകനും അവനും എല്ലാം ഒരു പ്രായമാണ്. അവരിങ്ങനെ നിരന്തരമായിട്ട് ഇത് ചെയ്ത് ഓരോ കാര്യങ്ങൾ അവർ തിരക്കിക്കൊണ്ടിരുന്നു. ലാസ്റ്റിൽ ഒരു 11 മണിയായപ്പം ഒരു പാർട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഈ കമ്പനിയിലുള്ള ഒരാളിനെ കണ്ടു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു തമിഴ് നാട്ടിലുള്ള ഒരു പയ്യനും ഇവനും കൂടെ വെളിയിൽ ചാടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ രക്ഷപ്പെട്ടെന്നുള്ള ഒരു സന്തോഷത്തിയിരുന്നു. പക്ഷേ ഒരു 3 മണിയായപ്പം വേറൊരു മെസ്സേജ് കിട്ടും. അപ്പോൾ നിരന്തരം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ മകൻ്റെ ഒരു സുഹൃത്ത് അരുണെന്ന് പറഞ്ഞ ഒരു ആളിവിടെ പയ്യനുണ്ട്. അപ്പം ഇവിടെ വേറൊരു പയ്യനുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള. ഇവർ തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ 3 മണിയായപ്പോൾ പറഞ്ഞു, ഈ തമിഴ് പയ്യന് ഓടിപ്പോകുന്ന കണ്ടു, പക്ഷേ ആകാശിനെ കാണാനില്ല. അവൻ്റെ പേര് ഈ മരിച്ച ആകാശം എന്നാണ് അവൻ്റെ പേര്, കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഡൗട്ടായി. ഈ അരുണ് വീണ്ടും ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നു. മറ്റേ അവൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള സുഹൃത്തുക്കൾ എല്ലാവരും നിരന്തരം ഇങ്ങനെ ഇതിരുന്നു. പക്ഷേ ലാസ്റ്റിൽ നമുക്ക് വാർഡ് ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇവിടെ ഒരു മങ്ങാരത്തുള്ളൊരു ബിൽഡിംഗ് കോൺട്രാക്ടർ ഉണ്ട്, മധു എന്ന് പറഞ്ഞ്. പുള്ളിയുടെ അറിയുന്ന ഒരു പാർട്ടി, ഈ ആകാശിൻ്റെ ഒരു സുഹൃത്ത് വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പയ്യന് ഈ മധുവിന് മെസ്സേജ് ഇട്ടു. ഈ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ്, അതിൽ ആകാശിൻ്റെ പേരുമുണ്ട്. അത് കഴിഞ്ഞ് അരുണനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, അത് വാർഡ് ന്യൂസാണ്, അത് ശ്രദ്ധിക്കണ്ട. അപ്പം മുബാറക് ഹോസ്പിറ്റലിൽ ഇത്ര ആൾക്കാരുടെ ബോഡിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ഇട്ടത്. അപ്പോൾ അരുണ് പറഞ്ഞ്, അത് നോക്കണ്ട, ഞാൻ അവിടെ പോയി കൺഫേം ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ മോനോട് വിളിച്ച് പറഞ്ഞു. കോൾ ചെയ്യുമായിരുന്നു. ലാസ്റ്റിൽ അവൻ വിളിച്ച് 5 മണിയായപ്പോൾ നമ്മൾ കൺഫേം ആക്കി. അപ്പോൾ അപ്പോഴത്തെ ഈ ടി വിയിലെല്ലാം അവൻ്റെ പേര് വരാൻ തുടങ്ങി. നമുക്ക് അവരുടെ വീട്ടിൽ എൻ്റെ വൈഫിനോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ അവരുടെ മോളോടോ എൻ്റെ മോളോടോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയോടോ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മളെല്ലാം അടക്കി പിടിച്ച് ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത, പക്ഷേ അവർക്കെല്ലാം ഡൗട്ടുണ്ടായി. അത് നമ്മളെല്ലാം അടക്കി പിടിച്ച് ഇങ്ങനെ നടന്ന് ലാസ്റ്റിൽ ഈ ആളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേര് കണ്ട് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ ചേച്ചിക്ക് ഡൗട്ടായി. അവർ TV ഓൺ ചെയ്തു, അവൻ്റെ പേര് കണ്ടു. അങ്ങനെയാണ് അവരറിയുന്നത്.